ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്നാൽ രാവിലെ തന്നെ അതാ കുടിക്കാനുള്ള വെള്ളം ആദ്യം വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. അവൾ പ്രസവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവൾ വല്ലാണ്ട് പുറത്തൊന്നും വല്ലാതെ കളിക്കാൻ പോയില്ല കേട്ടോ. അവൾ എപ്പോഴും നമ്മളാണെങ്കിൽ പിടിച്ച് അവിടെ ഉണ്ടാവും. പുറത്തെല്ലാം മഴ പെയ്യട്ടെ. നല്ലൊരു മഴ ദിവസമാണ്. ഇപ്പോൾ 2 ദിവസം മഴ പെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം വെയിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ. അപ്പോൾ പെയ്യുമ്പോൾ നല്ല തോടും പുഴയും പോലെ അങ്ങനെ നിറഞ്ഞൊഴുകി പൊഴിയും കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. മഴക്കാലത്ത് സ്വതവേ നമുക്കെല്ലാവർക്കും കുറച്ച് വിശപ്പ് കൂടുതലായിക്കാറല്ലേ. എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ അത് എൻ്റെ മാത്രം പ്രശ്നമാണെന്നൊന്നും അറിയില്ല. നിങ്ങൾക്കും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു ബുൾസൈ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് മോനിക്ക് ഉണ്ടാക്കി കൊടുത്തു, അവൻ കഴിച്ചു. പിന്നെ അമ്മ അത് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറിന് തീ കത്തിക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഇടുന്നില്ല കേട്ടോ. നെയ്ച്ചോറിൻ്റെയൊക്കെ റെസിപ്പി ഇഷ്ടംപോലെ നമ്മളെ വീഡിയോയിലുണ്ട്. വെറുതെ അതിൻ്റെ നിങ്ങൾക്ക് കാണിച്ച് വെറുതെ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു കാര്യമാണ്. നിങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിന് ലൈക്കോ കമൻറ്റ് എന്തായാലും ഒക്കെ ഒന്ന് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി നെയ്ച്ചോറ് കഴിക്കൽ. പിന്നെ ഈവനിങ് ആയപ്പോൾ നൂഡിൽസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അട ഉണ്ടാക്കി. അങ്ങനെ ചില ദിവസങ്ങളാണ് കേട്ടോ അങ്ങനെ. ചില ദിവസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പൊടിയൊക്കെ നന്നായിട്ട് വാട്ടി കുഴച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചൂടുള്ള ചായ ഉണ്ടാക്കി ഉമ്മാക്ക് കൊടുത്തു, ഞാനും കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ തീരുമാനമാണ് അട ഉണ്ടാക്കൽ. അപ്പോൾ മഴക്കല്ലേ പുറത്ത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണേ. ബേക്കറി അത്ര ടേസ്റ്റ് ഇല്ല എന്നല്ല, വയറിനും കേടാണ്. നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ ഞാൻ എൻ്റെ എനിക്ക് ചാനൽ ഇങ്ങനെ തുടങ്ങുന്നത് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ മുകളിലാണ് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തീരെ വ്യൂസും സബ്സ്ക്രൈബൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും ഇല്ല, അപ്പോഴും എന്നാലും അൽഹംദുലില്ലാ അത്യാവശ്യം ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. ഒരു വ്യൂസ് ആണെങ്കിൽ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഈ തുടങ്ങിക്കോ. അവളൊരൊറ്റ വാക്കിൻ്റെ മുകളിലാണ് ഞാൻ വീണ്ടും തുടങ്ങുന്നത് കേട്ടോ. 100 പേര് നമ്മളെ തളർത്താനുണ്ടെങ്കിലും അതിലൊരാൾ മതി നമ്മളെ കൂടെ പോസിറ്റീവായിട്ട് നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും എന്നുള്ളത് തീർച്ചയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് തുടങ്ങിയ സമയത്ത് പറഞ്ഞാൽ ഇപ്പോഴും വലിയ ഇതായിട്ട് കയറി എന്നല്ല കേട്ടോ പറയുന്നത്. എന്നാലും എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്താ ഇപ്പോൾ എപ്പോൾ എങ്ങനെ കയറാൻ, എന്താ അത്, എന്ത് വീഡിയോ ആണ്, എന്നിങ്ങനെ പറയുമ്പോൾ നമ്മളങ്ങനെ തളർത്താൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇതായതാണ്. പിന്നെ അവൾ എന്നോട് പറഞ്ഞു ഈ തുടങ്ങിക്കോ, എനിക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ, ഈ നമ്മളെ വീട്ടിലൊരു ഫോണും നമുക്കൊരു ഒഴിവ് സമയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ് യൂട്യൂബ് ചാനൽ. നമ്മളെ വീട്ടിലത്തെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന നല്ലൊരു ഇതല്ല. എനിക്ക് പിന്നെ വോയിസിലും ഒക്കെ നല്ല ടാലൻ്റ് ഉണ്ട്, നല്ല രസമുണ്ട് എൻ്റെ വോയിസ് എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞ് അവൾ എന്നെ പോസിറ്റീവായിട്ട് തന്നെ ഇങ്ങനെ ഇതാകുമ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ വീണ്ടും ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ അവളോട് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം എനിക്കെന്തോ അതായത് എനിക്ക് വിഷമം വന്ന് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചാനലാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ, പക്ഷേ ഒരാളെ വാക്കിൻ്റെ മുകളിലാണ് വീണ്ടും എനിക്കിത് ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. അപ്പോൾ നമ്മളെ 100 പേര് തളർത്താണ്ടെങ്കിൽ ഒരാൾ മതി നമ്മളെ കൂടെ നിൽക്കാൻ കേട്ടോ. അത് ഞാൻ പഠിച്ചൊരു പാഠം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങനെ കണ്ടിന്യൂസും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ മുട്ട ബജിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മസാലയൊക്കെ ഇട്ടിട്ടുള്ള മുട്ട ബജിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് ഇഷ്ടമാവുമല്ലോ. അതുപോലെ എഗ്ഗൊന്നും കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുരുമുളകിൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. അങ്ങനെ സവാളയോ ഉണ്ണിയൊക്കെ അങ്ങനെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ബജീൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പ് മാറും. പിന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു.